ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്രിഞ്ചൽ ചില്ലി റെസിപ്പിയാണ്. ഞാനിവിടെ 1/2 കിലോ ബ്രിഞ്ചൽ എടുത്തിട്ടുണ്ട്, പിന്നെ 4 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്തുകൊണ്ട് നമുക്ക് ചില്ലി ഉണ്ടാക്കാം. ഇവിടെ ബ്രിഞ്ചൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ 20 മിനിറ്റ് വരെ കുറഞ്ഞത് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ കറ കളയാനാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെക്കണം. ഇനി ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 സ്പൂണ് റെഡ് ചില്ലി പൗഡർ ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഒരു 5 സ്പൂണ് മൈദ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ 5 ടേബിൾ സ്പൂണ് മൈദയാണ് ഇതിൽ ചേർക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് കോൺ ഫ്ലോറാണ് ഇടുന്നത്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം ചേർത്തുകൊണ്ട് ഇതിന് പിന്നെ കുറച്ച് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഫുള്ള് ചേർക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും എത്ര ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ ചിക്കൻ ചില്ലിയെ വെല്ലുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബ്രിഞ്ചൽ ചില്ലി റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. നോൺ വെജ് കഴിക്കാത്തവർക്ക് ഇത് ചപ്പാത്തിൻ്റെ കൂടെയും അതേപോലെ നമ്മൾ എന്ത് അപ്പം കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അതേപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അത്യാവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയ ശേഷം, നല്ല പേസ്റ്റ് പോലെ ആയ ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ബ്രിഞ്ചൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിനിമം ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത ഇത് വെക്കാം. ബ്രിഞ്ചൽ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കത് വെക്കാം. അതിനുശേഷം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇതുപോലെ. ഇനി ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് കുരുമുളകും അതേപോലെ കുറച്ച് ക്യുമിൻ സീഡ്സും പിന്നെ കുറച്ച് കൊറിയാണ്ടർ സീഡ്സും എടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചൽ ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഓരോരോ പീസായിട്ട് നമുക്ക് ഇതുപോലെ സ്പൂണിലെടുത്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഒന്നിന് പിന്നൊന്ന് ഒട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടും ഇട്ടപ്പം തന്നെ സെപ്പറേറ്റ് ചെയ്യണം ഒട്ടുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു സൈഡ് കംപ്ലീറ്റ് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം അത് മറിച്ചിടാൻ. അതുകൊണ്ട് അപ്പോൾ എത്ര നമുക്ക് പാത്രത്തിൽ പിടിക്കുമോ അത്രയും നമുക്ക് ഇട്ടിട്ട് ഒരു സൈഡ് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമുക്കത്
മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഫ്രൈ ആക്കി എടുക്കാം. ഇത് വളരെ ക്രിസ്പി ആയിട്ടാണ് വരുന്നത്. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് തിരിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ഇത് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇത് നല്ല കളർ മാറിയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പോൾ കൂടുതൽ എണ്ണ വരാതെ രീതിയിൽ നമുക്ക് ഇതൊന്ന് കോരിയിട്ട് വേറെ പാത്രത്തിലേക്ക് എടുത്തിടാം. അപ്പോൾ എല്ലാം ഇതുപോലെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതേ എണ്ണയിലേക്ക് വീണ്ടും നമുക്ക് ഇട്ടിട്ട് എല്ലാം നമ്മൾ എത്ര ഇപ്പോൾ 1/2 kg ആണ് ഞാനിവിടെ ബ്രിഞ്ചൽ എടുത്തിട്ടുള്ളത്. ഈ 1/2 kg ഇതുപോലെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ അമൃതാസ് വേൾഡ് എന്ന് പറയുന്ന എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് അതേ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 4 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഗാർലിക്കാണ് അല്ലെങ്കിൽ വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി അതേപോലെ കുറച്ച് ജിഞ്ചറും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ടാലും മതി. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തു. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. ഇവിടെ 2 നല്ല മീഡിയം സൈസുള്ള 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ 2 സവാളയും ഇതിൽ ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആവണമെന്നില്ല, ഒരു ചെറുതായിട്ട് വാടിയാൽ മതി. അപ്പോൾ അത് നമുക്ക് ഫുള്ള് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വാട്ടിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് ഒന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലാസാണ്. അല്ല, കുരുമുളകും അതേപോലെ ജീരകം അതേപോലെ മല്ലി, ഇത് 3ഉം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കഴിച്ചെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അത്രയും നല്ലതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇനി 2 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി പൗഡറും ചേർത്തു. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ടാമറിൻ്റെ ജ്യൂസാണ് ചേർത്തത്. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഇനി ചേർക്കാൻ പോകുന്നത് തക്കാളി ഗ്രൈൻഡ് ചെയ്തതാണ്. ഞാൻ 4 തക്കാളി എടുത്തിരുന്നു. അത് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പേസ്റ്റാണ് ചേർത്തത്. അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളക്കാൻ വെക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനത് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി തിളക്കണിയും വേണം. അപ്പോൾ തിളച്ച് അതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർക്കേണ്ട ഒരു ചേരുവ പറയുന്നത് കോർൺഫ്ലോർ. 1 സ്പൂൺ കോർൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ
ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നന്നായി തിളക്കുന്നത് വരെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നന്നായി തിളച്ച് പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രിഞ്ചൽ ചില്ലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്ത് അടച്ച് വെക്കണം. കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്ലോസ് ചെയ്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിത് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ വേണം. ചെയ്തിട്ട് ഒപ്പീനിയന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.